ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് LPUP ഇൻ്റർവ്യൂവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ആനുകാലിക വിഷയങ്ങൾ. ഈ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് മിക്കവാറും നമുക്ക് പരിചിതമായ നമ്മുടെ ന്യൂസ് പേപ്പറിൽ തന്നെയുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ റീഡിങ്ങിൽ വായിച്ച് വിടുന്ന പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം പോലെയല്ല. അതായത് ഒരു ക്വസ്റ്റ്യൻ അതിനൊരു വൺ വേർഡ് ആൻസർ അങ്ങനെ ആയിരിക്കില്ല ഇൻ്റർവ്യൂവിന് ഉണ്ടാവുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ പറയാൻ നമുക്ക് സാധിക്കണം. ആ സംഭവത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു 5-6 സെൻറ്റൻസ് പറയാൻ നമുക്കറിയണം. അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ LPUP ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഇത്തവണത്തെ നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ഒരു സംഘടനയ്ക്കാണ്. ആ സംഘടനയുടെ പേരാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണത് ഇത്രയും ആനുകാലിക സംഭവം നമ്മുടെ ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘടന എന്ന് പറയുന്നത് നമ്മുടെ ജപ്പാനിലെ ആണവായുധ വിരുദ്ധ പ്രസ്ഥാനത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതിൻ്റെ 80ാം വാർഷികമാണ് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത വർഷമാണ് കേട്ടോ. അതായത് 2025 ഓഗസ്റ്റിൽ അതിൻ്റെ 80ാം വാർഷികമാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമൊക്കെ ആകുന്ന സമയത്തേക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ സമാധാന നോബൽ പ്രഖ്യാപിച്ച് കഴിയുകയും ചെയ്തു. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ സമാധാന നോബൽ ഏത് പ്രസ്ഥാനത്തിനാണ് കിട്ടിയതെന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ പേര് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഹിരോഷിമ നാഗസാക്കി അണുബോംബ് വർഷിച്ചതിൻ്റെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് ഹിബാകുഷ, അതുപോലെ സമാധാനത്തിൻ്റെ കടലാസ് കൊറ്റി, അതായത് നമ്മൾ സഡാക്കോ കുറ്റികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത്തവണത്തെ സമാധാന നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു ആണവായുധ വിരുദ്ധ പ്രസ്ഥാനത്തിനാണ് കേട്ടോ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് ഇത്തവണത്തെ കിട്ടിയിട്ടുള്ളത്. ആ പേര് കുറച്ച് ഇതാണ്, എന്നാലും അത് ഓർത്ത് വെക്കണം. നിഹോൻ ഹിഡാൻക്യോ. ഓക്കെ, അതായത് ഈ നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്, ആ പ്രസ്ഥാനത്തിലുള്ളവർ നമ്മുടെ ഹിരോഷിമ നാഗസാക്കി ആക്രമണങ്ങളെയൊക്കെ അതിജീവിച്ച് വന്ന ആളുകളാണ്. നമുക്കറിയാം ഈ ഹിരോഷിമ നാഗസാക്കി ഈ രണ്ട് സ്ഥലത്തും എന്താ പറയുക, 1945 ഓഗസ്റ്റിലാണ് അണുബോംബ് ഇട്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഹിരോഷിമയിലും ഇട്ടിട്ടുണ്ട്, അതുപോലെ നാഗസാക്കിയിലും ഉണ്ട്. ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6-നും നാഗസാക്കിയിൽ 1945 ഓഗസ്റ്റ് 9-നുമാണ്. അപ്പോൾ ഓഗസ്റ്റ് 6-ന് ഇട്ട് 3 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിലും ബോംബ് ഇടാണ് ചെയ്തത്. തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു. 40,000-ത്തിലധികം ആളുകൾ അപ്പം തന്നെ മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ മരിച്ചവരെക്കാൾ കൂടുതൽ അതിനെ അതിജീവിച്ച കുറേ ആളുകളുണ്ട്. അവർ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അതിജീവിച്ച ആളുകളുണ്ടല്ലോ, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിബാകുഷ എന്ന് പറയുന്നത് കേട്ടോ. ഹിബാകുഷ. അപ്പോൾ ഈ ഹിബാകുഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനറിയണം. അതായത് 1945 ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. ആ അണുബോംബ് ആക്രമണങ്ങളെ അതിജീവിച്ച ആളുകളെയാണ് നമ്മൾ ഹിബാകുഷ എന്ന് പറയുന്നത്. ഏകദേശം 6.5 ലക്ഷം പേരാണ് അതിനെ അതിജീവിച്ചത്. അവരെ നമ്മൾ ഹിബാകുഷ എന്ന പേരിലാണ് നമ്മൾ വിളിക്കുക. അതിൽ ഈ എന്താ പറയുക,
ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം അവരിൽ കുറേ പേര് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിൽ കുറേ പേര് നമ്മുടെ രക്താർബുദ മരണങ്ങൾക്ക് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ആണവായുധ ഇത്രയും വർഷമായിട്ടും അതിൻ്റെ ആ ഒരു വികിരണങ്ങളും ഒക്കെ അവരെ എന്താ പറയുക പലവിധ രോഗങ്ങൾക്ക് അടിമയാക്കി എന്നാണ് പറയുന്നത്. രക്താർബുദം പോലുള്ള രോഗങ്ങളാണ് അവരിൽ പലർക്കും ബാധിച്ചിട്ടുള്ളത്. ഈ അണുബോംബ് സ്ഫോടനത്തെ തുടർന്ന് കുറേ വർഷങ്ങളായി ആ ആണവ വികിരണത്തിൻ്റെ ഫലമായിട്ട് അവരുടെ ശരീരം ആസകലം പൊള്ളലുകളും അതുപോലെ രക്താർബുദം പോലുള്ള രോഗങ്ങളും ഒക്കെ ബാധിച്ചവരും നമ്മുടെ ജപ്പാനിൽ ഉണ്ടായിരുന്നു. അവർ ഒറ്റപ്പെട്ടു പോയതാണ് ശരിക്കും അവർ പല എന്താ പറയുക മാറ്റി നിർത്തലുകളും അനുഭവപ്പെട്ടവരാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ ഹിബാകുഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ അംഗമായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ആണവായുധ വിരുദ്ധ പ്രസ്ഥാനമായിട്ടുള്ള നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഘടനയുടെ പ്രവർത്തനം തന്നെ ഈ ആണവ ആയുധ അല്ലെങ്കിൽ ആണവ ബോംബ് വർഷണത്തെയൊക്കെ എതിർക്കുക അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുക ഇതൊക്കെയാണ്. അപ്പോൾ ജപ്പാനിലെ ഈ ആണവ ആയുധ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ പേര് മറക്കരുത്, നിഹോൻ ഹിഡാൻക്യാണ്. അവർക്കാണ് ആ സംഘടനയ്ക്കാണ് ഇപ്പോൾ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി ഒരിക്കലും ആണവായുധം പ്രയോഗിക്കരുത് എന്നുള്ളൊരു ആഹ്വാനമാണ് ഈ ഒരു പ്രസ്ഥാനം നടത്തുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സമ്മാനം എന്ന നിലയിലാണ് ഈ നോബൽ പ്രൈസ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം 1945 ഓഗസ്റ്റിലാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പം അന്ന് US ആണ് അവിടെ ആണവ ബോംബ് വർഷിച്ചത്. അപ്പം അതിൻ്റെ 80ാം വാർഷികമാണ് നമ്മൾ 2025 വരുന്നത്. 80ാം വാർഷികമാണ് കേട്ടോ. അപ്പോൾ അതായത് നമുക്കിപ്പോൾ തന്നെ പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ യുദ്ധ ഭീഷണികളും ഒക്കെ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു അംഗീകാരം ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ സാധാരണ ഈ ഹിരോഷിമ നാഗസാക്കി ആക്രമണങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സ്കൂളുകളിലൊക്കെ കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന ഒന്നാണ് കടലാസ് കൊണ്ടുള്ള കുറ്റികൾ. ഓക്കെ, അപ്പോൾ സമാധാനത്തിൻ്റെ കടലാസ് കുറ്റി എന്ന് പറയും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വന്നതെന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. പലർക്കും അറിയുന്നതായിരിക്കും. അതായത് സമാധാനത്തിൻ്റെ പ്രതീകമായിട്ട് ജപ്പാൻകാർ കരുതുന്ന കടലാസ് കുറ്റിയാണ് ഈ പറയുന്ന വെള്ളക്കടലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കുറ്റി. അതാണ് ഈ നിഹോൻ ഹിഡാൻക്യോയുടെ ലോഗോ എന്ന് പറയുന്നത്. സമാധാനത്തിൻ്റെ പ്രതീകമായി ജപ്പാൻകാർ കരുതുന്ന കടലാസ് കൊറ്റിയാണ് ഈ നിഹോൻ ഹിഡാൻക്യോയുടെ ലോഗോ. ഇനി ഹിരോഷിമയിലെ നമ്മുടെ ആണവ വികിരണം അർബുദബാധിതനായിട്ട് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു കുട്ടി അവൻ കടലാസ് കൊണ്ട് ഈ കൊറ്റികളുണ്ടാക്കി. ഓക്കെ, അങ്ങനെയാണ് ഈ സമാധാനത്തിൻ്റെ കടലാസ് കൊറ്റി എന്ന് പറഞ്ഞ രീതിയിൽ ഇത് പ്രശസ്തമാകുന്നത്. 12ാം വയസ്സിൽ സഡാക്കോ മരിക്കുകയും ചെയ്തു കേട്ടോ. സഡാക്കോ സസക്കി എന്നാണ് ആ കുട്ടിയുടെ പേര്, സഡാക്കോ സസക്കി. അങ്ങനെ സഡാക്കോയുടെ കടലാസ് കുറ്റികൾ എന്നുള്ള പേരിൽ നമ്മളിപ്പോഴും സ്കൂളുകളിൽ ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ച ഈ സമയത്ത് നമ്മളത് ഓഗസ്റ്റ് 6-ാം തീയതി 9-ാം തീയതി ഒക്കെ സ്കൂളുകളിൽ അങ്ങനെ കടലാസ് കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കിക്കാറുണ്ട്. ഓക്കെ, സത്യത്തിൽ ജപ്പാനീസിൻ്റെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് 1000 കുറ്റികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം പോലും അവരുടെ ഇടയിൽ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കറിയാം വളരെയധികം ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോയവരാണ് ഈ ഹിബാകുഷ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. കാരണം അവരതിൽ മരിച്ചില്ല, അതിജീവിച്ചു, പക്ഷേ പലവിധ രോഗങ്ങളാലും ഒക്കെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകളൊക്കെ തന്നെയാണ് ഈ ഒരു എന്താ പറയുക പ്രസ്ഥാനത്തിലുള്ളത്. ഹിരോഷിമ നാഗസാക്കി ആക്രമണങ്ങളെ അതിജീവിച്ചവർ ഉൾപ്പെടുന്ന സംഘടനയാണ്, പ്രസ്ഥാനമാണ് നിഹോൻ ഹിഡാൻക്യോ. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് ഇനിയൊരു യുദ്ധമുണ്ടാകാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവരനുഭവിച്ച കാര്യങ്ങൾ അതത്രയും ഭീകരമാണ് എന്നുള്ളൊരു ഓർമ്മിപ്പിക്കലാണ്
അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ അവർക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടാനും കാരണമായിട്ട് മാറിയത് കേട്ടോ. ഇനി ഈ സമാധാന നോബൽ പ്രൈസിൻ്റെ തുക എന്ന് പറയുന്നത് സമ്മാന തുക $10 ലക്ഷം നമുക്ക് ഈ വരുന്ന 2024 ഡിസംബർ 10 അവർക്ക് അതിൻ്റെ ആ പ്രൈസ് കൊടുക്കും. അത് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലാണ് ഈ പുരസ്കാര ചടങ്ങ് ഇത്തവണത്തെ നടക്കുന്നത് കേട്ടോ. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോ, അവിടെയാണ് നടക്കുക. അവിടെ വെച്ച് $10 ലക്ഷം സമ്മാനത്തുക കൈമാറുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്കും എന്താ പറയുക, നമ്മളുടേതായ രീതിയിൽ ഇത് അവതരിപ്പിക്കാം. ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. ഇത്രയും വിശദമായിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആൻസർ പറയാവുന്നതാണ്. മാത്രമല്ല അവസാനം നിങ്ങളുടേതായ ഒരു കൺക്ലൂഷൻ നൽകുന്നതും നല്ലതാണ്. അതായത് ഇത്തരം ഒരു യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു രാജ്യത്തെ തന്നെ തകർക്കുന്ന ഒരു കാര്യമായിട്ടത് മാറി. അത് ഇത്രയും വർഷങ്ങളോളം പിന്നിട്ടിട്ടും ഇപ്പോഴും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ യുദ്ധമല്ല, സമാധാനമാണ് നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് പറഞ്ഞവസാനിപ്പിക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇതെങ്ങനെ നമുക്ക് ഒരു എത്തിക്സ് എന്ന നിലയിൽ അവതരിപ്പിക്കാമെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന തരത്തിലുള്ള ദിവസങ്ങളൊക്കെ, ഡേകളൊക്കെ നമ്മൾ ആചരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധമുണ്ടാവുകയും എന്താ പറയുക, യുദ്ധമല്ല സമാധാനമാണ് വേണ്ടതെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക്. മറ്റൊരു ആനുകാലിക വിഷയവുമായിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂവിന് സഹായിക്കാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്